ആണ്ടലോന്റെ നേരെ കണ്ണിൽ ചന്ദിരന്റെ പുലാലാണ് കണ്ടപാടെ നാണം കൊണ്ടേ പോ ആണ്ടലോന്റെ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് എന്താണെന്നറിയാമോ? പറഞ്ഞു തരാം. വെറും സാധാരണക്കാരായ ആളുകൾ കുറച്ചു നാൾ കൊണ്ട് തന്നെ കോടീശ്വരന്മാരായ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് പാകാൻ കോടീശ്വരൻ എങ്ങനെയാണെന്നല്ലേ? ഇതൊന്ന് കണ്ടു നോക്ക്. നമ്മൾ ഇപ്പൊ കണ്ട മനോഹരമായ റിസോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. നമ്മോടൊപ്പം ജസ്പൈഡ് റിയൽ എസ്റ്റേറ്റ് എം ഡി ശ്രീ നിസാദ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്? കാണുമ്പോൾ തന്നെ അതിമനോഹരമായിരിക്കുന്ന നല്ലൊരു അന്തരീക്ഷത്തിൽ നമ്മളിപ്പോ കണ്ടു, അതിന്റെ വിഷ്വൽസ് കണ്ടു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതെങ്ങനെ നിങ്ങൾ പ്രേക്ഷകർക്ക് ഇത് തരാൻ കഴിയും? ഓക്കെ, ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസോർട്ടാണിത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതായത് 5 ഏക്കറിലാണ് ഈ പ്രൊജക്ട് വരുന്നത്. അപ്പൊ 5 ഏക്കറിൽ 5 സെന്റ് ലാൻഡാക്കി തിരിച്ചിട്ട് ഇതില് 570 സ്ക്വയർ ഫീറ്റിന്റെ ഈ ഒരു റിസോർട്ടും അതോടൊപ്പം ഇതിന്റെ ബാക്കിയുള്ള സ്ഥലത്ത് 16 സാൻഡൽവുഡ് പ്ലാന്റേഷനാണ് ഈ പ്രൊജക്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പല റിസോർട്ടിലും താമസിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ പേര് തന്നെ എന്താ? നമുക്ക് പറക്കാൻ ചന്ദനത്തോപ്പുകൾ. അപ്പൊ എന്താണ് ചന്ദനത്തോപ്പിൽ താമസിച്ച കിട്ടാം? അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇത് 5 ഏക്കറിൽ 16 മരങ്ങളോട് കൂടിയുള്ള 5 സെന്റ് ഭൂമിയാണ്. അപ്പൊ ഇവിടെ 1460 ചന്ദന മരങ്ങളാണ് ഇതിലുള്ളത്. ഇതിന്റെ അകത്ത് സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള റൂമും അതോടൊപ്പം തന്നെ നല്ലോണം നീന്തി തുടിക്കാൻ പറ്റിയിട്ടുള്ള, കുളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പക്ഷെ ഇതാരും പുറത്ത് കാണില്ല. ഓരോ റിസോർട്ടിലും സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. അപ്പൊ എന്താണ്? നമ്മുടെ ഹെൽത്തിനെ സംരക്ഷിക്കാനായിട്ട് ഈ റിസോർട്ടിൽ താമസിക്കാൻ അല്ലെ, കുറച്ച് ദിവസം താമസിച്ചാൽ ഒരു മറ്റൊരു രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ 7 ഏക്കറിൽ അവിടെ താമസിക്കുന്നവർ കഴിക്കാനുള്ള പച്ചക്കറി, ഫ്രൂട്ട്സ്, മുട്ട, കോഴി, അങ്ങനെ ആട് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കാണ്. അപ്പൊ പറഞ്ഞു വന്നത്, അവിടെ നിങ്ങൾ വന്ന് ഒരു 1-2 മാസമൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഒരു പുതിയൊരു മനുഷ്യനായിട്ട്, എസ്പെഷ്യലി ചന്ദനമരത്തിന് മറ്റൊരു പ്രത്യേകതയാണ്, ത്വക്ക് രോഗങ്ങൾക്ക് ഒരുപാട് റിലീഫാണ് ഇത് കിട്ടുന്ന പറയാം. അതുകൂടാണ്ട് സ്പാ, അരോമ തെറാപ്പി, ചന്ദനം കൊണ്ടുള്ള പലതരം തെറാപ്പികളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇതിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു വെൽനസ് ക്യാമ്പസ് ആയിട്ടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ദിവസം അവിടെ താമസിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ അവിടെ വന്ന് 1 മാസം നിങ്ങൾ താമസിക്കാനുള്ള അത്രയും നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ താമസിക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾ ചാർജ് ചെയ്യുന്നത് 20,000 rupees ആണ്. 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ താമസിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും, അവിടെ 20,000 രൂപ വെച്ച് താമസിക്കുമ്പോൾ ഒരു മാസം 6 ലക്ഷം രൂപയാണ് ഇതിൽ നിന്ന് വാടക ഇനത്തിൽ ഇതിന്റെ ഓണർ കിട്ടുന്നത്. അവിടെയും ഞങ്ങൾ മറ്റൊരു കാര്യം കൊണ്ടുവന്നേക്കാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് സ്വന്തമാക്കാം. ഓക്കെ, ഇത് സ്വന്തമാക്കിയ ഗുണമെന്താ? നിങ്ങൾ അവിടെ താമസിക്കണമെങ്കിൽ 6 ലക്ഷം രൂപ കൊടുക്കണ്ട, നിങ്ങൾ സ്വന്തമല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 മാസം 2 മാസം താമസിച്ചു, ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യാം? ഇത് പുറത്തേക്ക് ഞങ്ങൾ തന്നെ വാടക കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങൾ വാടക കൊടുത്താലോ? ഞങ്ങൾ വാടക കൊടുക്കുമ്പോൾ ഈ കിട്ടുന്ന 6 ലക്ഷം രൂപയിൽ നിന്ന് 20% ഞങ്ങൾ എടുത്തിട്ട് അതിന്റെ എക്സ്പെൻസ് കഴിഞ്ഞ് ബാക്കി തുക നിങ്ങൾക്ക് തരാണ്. അങ്ങനെയാണെങ്കിലോ ഇതിനെ എന്ത് വിളിക്കാം? ഒരു ഹൈ റിട്ടേൺ കിട്ടുന്ന അല്ലെ, സ്ട്രോങ് ആയിട്ട് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് ആക്കി നിങ്ങൾക്ക് ഇതിനെ കാണാം. അപ്പൊ രണ്ടാമത്തത് ഹെൽത്ത് ആണെങ്കിൽ അല്ല, ഒന്നാമത്തത് ഹെൽത്ത് ആണെങ്കിൽ രണ്ടാമത്തെ വെൽത്താ. അപ്പൊ എന്ത് കിട്ടി? ഹെൽത്തും കിട്ടി, വെൽത്തും കിട്ടി. നിങ്ങൾക്ക് ഇടയ്ക്ക് താമസിക്കുകയും ചെയ്യാം. നിങ്ങൾക്കിത് റെന്റിന് കൊടുത്തുകൊണ്ട് മാസം 5 ലക്ഷം രൂപയോ ഇതിൽ നിന്ന് റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി അത് തീർന്നു അതിൽ ഇല്ല. അവിടെ എന്തുണ്ട്? 16 ചന്ദനമരങ്ങളുണ്ട്. ഇതിൽ ഒരു 10 to 15 years കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റിലേക്ക് കൊടുത്താൽ കിട്ടുന്നതോ 2 കോടി മുതൽ 4 കോടി രൂപ വരെ. കാരണം അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു അത്ഭുത വൃക്ഷം കൂടെ നിങ്ങളുടെ കോമ്പൗണ്ടിലുണ്ട്. അപ്പോ ഇതിനു വേണ്ടി നിങ്ങൾ ചെലവാക്കേണ്ടത് 85 ലക്ഷം രൂപയാണ്. ഈ 85 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കിയാൽ നിങ്ങളുടെ പേരിൽ 5 സെന്റ് ഭൂമിയും ഈ അത്ഭുത ചന്ദന മരങ്ങളും അതോടൊപ്പം 570 സ്ക്വയർ ഫീറ്റ് റിസോർട്ടും അതോടൊപ്പം 1 ഏക്കറിലെ കോമൺ അമ്യൂണിറ്റീസ് ഉപയോഗിക്കാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മുടക്കുമ്പോൾ കിട്ടുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ആലോചിച്ച് നോക്കി, ഏകദേശം 1.5 വർഷം കൊണ്ട് നിങ്ങൾ മുടക്കിയ റിട്ടേൺ സ്ഥിതിയെ കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും അല്ലെ, ഒരു മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റുമോ? ഇത് വലിയ ആളുകൾക്കല്ലേ പറ്റുള്ളൂ? നോ. അവിടെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊരു റിയൽ എസ്റ്റേറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ആ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
ഇതിന്റെ ഒരു പാർട്ണർ ആകാം. അതായത് 5 സെന്റ് ഭൂമി ഈ റിസോർട്ട് അടങ്ങുന്നതിന് 85 പേരടങ്ങുന്ന സിൻഡിക്കേറ്റ്, അതായത് 1 ലക്ഷം രൂപയാണ് ഇതിൽ പാർട്ണർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, 85 പേർക്ക് ഒരുമിച്ച് കൊണ്ട് പാർട്ണർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിരും. കിട്ടുന്ന വാടക എത്രയാണോ അത് 85 പേർക്ക് ഡിവൈഡ് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇതിന്റെ പാർട്ണർ ആവും. ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷൻ വേണം തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ 1, 20,000 രൂപ കൊടുത്ത് അവിടെ നിങ്ങൾക്ക് താമസിക്കാം. എത്ര ദിവസവും അത്രയാണെങ്കിൽ ഇന്ന് 20,000 അല്ലെ, ഒരു മാസമാണെങ്കിൽ 6 ലക്ഷം രൂപ. ഓക്കെ. 2, ഇതിന്റെ റെന്റ് കിട്ടാവുന്ന രീതിയിൽ ഒരു റെന്റൽ ഇൻകം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഓണർ ആവാം, 85 ലക്ഷം രൂപ. ഇനി നിങ്ങൾക്ക് റെന്റൽ ഈ ഒരു എമൗണ്ട് കിട്ടണമെങ്കിൽ 85 ലക്ഷം മുടക്കാനില്ലെങ്കിൽ ഒരു പാർട്ണർ ആവാം. അപ്പൊ എന്ത് കിട്ടി, അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്നും പറ്റിയിട്ടില്ലെങ്കിലോ റെന്റൽ കമ്മീഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ കൂടെ ഇത് ഒരു റിസോർട്ടിന്റെ മാർക്കറ്റിംഗിനായിട്ട് ഞങ്ങളുടെ കൂടെ കൂടും. അപ്പോഴോ ഇത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെന്റൽ കമ്മീഷൻ നിങ്ങൾക്ക് സ്വന്തമായി കിട്ടും. അപ്പൊ എന്താണ് ചന്ദനമരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു അത്ഭുത വൃക്ഷമാണ് ചന്ദനം. അതായത് നമുക്കറിയാം ആൽമരം നമുക്കറിയാം, അതായത് 5 to 10 ലിറ്റർ ആണ് ആൽമരം സർക്കുലേറ്റ് ചെയ്യുന്ന ഓക്സിജൻ എങ്കിൽ ചന്ദനം 10 to 20% ആണ്. മാത്രമല്ല ആൽമരം പകൽ സമയത്ത് ഓക്സിജൻ പുറപ്പെടുവിക്കുമ്പോൾ രാത്രി സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ രാത്രി സമയത്ത് ഇതിന് താഴെ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചന്ദനമരത്തിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്ത് ഓക്സിജനും രാത്രി സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും അളവ് കുറവാണ്. മാത്രമല്ല പകൽ സമയത്ത് പുറപ്പെടുവിച്ച ഓക്സിജൻ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ താമസിക്കുമ്പോൾ കിട്ടുന്ന ഒരുപാട് അസുഖങ്ങൾക്കുള്ള പ്രിവെൻഷനാണ് നമ്മൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. കാരണം പണ്ട് ഇവിടെ ടിപ്പു സുൽത്താൻ നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ തന്നെ രാജകീയ വൃക്ഷമായി കൺസിഡർ ചെയ്ത മരമാണ് സാൻഡൽവുഡ്. ആ അതായത് ഇതുള്ള ഈ സാൻഡൽവുഡ് നട്ടിട്ടുള്ള കോമ്പൗണ്ടിലുള്ള വീടുകൾ താമസിക്കുന്നവർക്ക് അസുഖങ്ങൾ വരില്ല എന്നായിരുന്നു അന്നത്തെ അവരുടെ വിശ്വാസം. അത് തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇത് വിശ്വാസമല്ല, ഇത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടിയിട്ടാണ്. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. അപ്പൊ അവിടെ താമസിച്ചാൽ എന്ത് ചെയ്യും, ഇത്രയ്ക്ക് നല്ല രീതിയിൽ അല്ലെ. രണ്ടാമത് ഇതിന്റെ ഒരു ഓവൽ, ഒരു റൗണ്ടിന്റെ ഒരു അർദ്ധവൃത്താകൃതിയിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് സൈഡ് കംപ്ലീറ്റ് ഗ്രാസ് വെച്ച് സെറ്റ് ചെയ്തിരിക്കാം. ഒറിജിനൽ ഗ്രാസ് ആണ്. അപ്പൊ തന്നെ അറിയാം നമുക്ക് പ്യൂരിറ്റി ഉള്ള ഓക്സിജൻ അതിലൂടെ ലഭിക്കുന്നുള്ളത്. മാത്രമല്ല ഇതിന്റെ ബോട്ടം, അതായത് റൂഫിന്റെ ബോട്ടം സൈഡിൽ മഡ് പാക്ക് ചെയ്തേക്കണം. അതായത് ഓക്സിജന്റെ ആ സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടുവാൻ മഡ്, പണ്ടത്തെ ആളുകൾ ചോദിച്ചാൽ അറിയാൻ പറ്റും, അത്തരത്തിൽ വീട്ടിൽ താമസിക്കുന്ന അസുഖങ്ങൾ വരില്ല എന്ന് പറയുന്നു. അപ്പോ ഈ ഇത്രയ്ക്കും അല്ലെ വെറൈറ്റീസ് ഉള്ള അല്ലെങ്കിൽ വ്യത്യസ്തതയാർന്നിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ റിസോർട്ടിലേക്ക് താമസിക്കാൻ ജനുവരി 1 മുതൽ നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. അപ്പൊ ഉദ്ഘാടനം വിളിക്കാനായിട്ട് വീണ്ടും അടുത്ത ദിവസം ഞാൻ വരും. അതിനു മുമ്പായിട്ട് ഇതിന്റെ ഒരു പാർട്ട്ണർ ആകണോ, ഇതിന്റെ ഒരു ഓണർ ആകണോ, വെൽക്കം ടു ജസ്റ്റ് പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ്. ഇന്ന് ജസ്റ്റ് പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിൽഡേഴ്സിന്റെ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ, ആ സിനിമയാണ് എന്റെ മനസ്സിലെടുക്കുന്നത്. നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകളുടെ 3ാമത്തെ റിസോർട്ടിന്റെ ഇനോഗ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും ബിസിനസ് തുടങ്ങണം എന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ എന്തോ എന്റേതായിട്ടുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻപുട്ട് എനിക്കിതുവരെ ഇടാൻ പറ്റിയിട്ടില്ല ആ ഒരു ജേർണിയിൽ. അപ്പോൾ അങ്ങനത്തെ എനിക്ക് ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നത് ഒരു വളരെ വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. വളരെ ഒരു വലിയ വിഷനുള്ള കാരാണ് ഇവർ രണ്ടുപേരും. പക്ഷെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മണി മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദൈവം എനിക്ക് എങ്ങനെ മണി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഞാൻ അതിന്റെ ആ വഴിക്ക് പോകണം, എങ്ങനെ നല്ല സൂപ്പറായിട്ട് മണി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയപ്പോഴാണ് കറക്റ്റായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും നല്ല രീതിയിൽ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എനിക്ക് തന്നത് ഞാൻ ജസ്റ്റ് പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിൽഡേഴ്സിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ എന്നും വളരെ താങ്ക്ഫുൾ ആയിരിക്കും. പ്രോജക്റ്റിനെ കുറിച്ചുള്ള മറ്റു വിശദ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.